കേരളം അമ്പരന്ന് പോവുകയാണ്, അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്നാണ് ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇവിടെ പല മാധ്യമങ്ങൾക്കും അവരുടെ മൈക്ക് താഴ്ത്തേണ്ടി വരികയാണ്. സത്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് അതിന്റെ അവസാന ലാപ്പിൽ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ സകല മാധ്യമങ്ങൾക്ക് മുമ്പിലും വി.ഡി. സതീശൻ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മാങ്കൂട്ടം എവിടെ, മാങ്കൂട്ടത്തെ ആരാണ് ഒളിപ്പിച്ചത് തുടങ്ങി യാതൊരു തരത്തിലുമുള്ള ചോദ്യങ്ങളില്ല. പകരം എന്താണ് കേരള പോലീസെ നിങ്ങൾക്ക് മാങ്കൂട്ടത്തെ പിടിക്കാൻ പറ്റാത്തത് എന്ന് ആർജവത്തോടെ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് എണ്ണി വലിയ വലിയ ചോദ്യങ്ങൾ വി.ഡി. സതീശൻ ചോദിക്കുന്നുണ്ട്. അതിലൊന്ന്, വാസു കഴിഞ്ഞാൽ CPM-ന്റെ അകത്തളങ്ങളിലുള്ള രണ്ടാമനായ പത്മകുമാർ മറ്റൊരു കേസിൽ കൂടി പ്രതിയായിരിക്കുകയാണ്. ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യൽ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും ഇനിയും പല നേതാക്കളും അകത്താകുമെന്നുള്ളതിനാൽ പത്മകുമാറിനെ ഈ പറഞ്ഞ CPM ഒന്ന് തോണ്ടിയിട്ട് പോലുമില്ല. കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. എന്നിട്ട് പോലും അവർക്ക് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തുന്ന വി.ഡി. സതീശന്റെ വീഡിയോ ഒന്ന് കാണാം. യഥാർത്ഥത്തിൽ അത് പ്രിന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം. എല്ലാവരും വരുമ്പോൾ കാണണം. കേരളത്തിലെല്ലാവരും ഇത്രയും CPM നേതൃത്വം അവരുടെ ഈ ക്ലാസ്സുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം.ഇ. ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ്, മുകേഷിൻ്റെ തീവ്രത കുറവായിരുന്നു, ഇപ്പുറത്തേന് തീവ്രത കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്നത് ഒരു എക്സ്പെർട്ടാണ് ആര്, എം.ഇ. ഗോവിന്ദൻ. എല്ലാവർക്കും അറിയാമല്ലോ, റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കണമെന്ന് പോലും അവർ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അവർ പുറത്താക്കിയോ? അദ്ദേഹം LDF-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ്. LDF-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അല്ലേ മുകേഷ്? അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന് അദ്ദേഹം മന്ത്രിയാവുന്ന. കറക്റ്റാണല്ലോ. ആണല്ലോ, ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ, ജനങ്ങളെ കളിയാക്കുകയല്ലേ. ഞാൻ അവിടെയല്ലേ, ഞാൻ കോൺഗ്രസിനെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ? ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ, ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കാര്യം വന്നപ്പോൾ, പരാതി പോലും ഇല്ല എന്നപ്പോൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഒരു കത്ത് വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കി അല്ലേ, എല്ലാത്തിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് ആണ് മാതൃകാപരമായ പാർട്ടി. ഇപ്പോൾ ആരായി പ്രതിരോധത്തിൽ കേരളത്തിൽ? ഇവരെല്ലാം സംരക്ഷിക്കുന്നവരാരായി? ഈ എല്ലാവർക്കും കുടപിടിച്ചു കൊടുക്കുകയല്ലേ. എന്തുമാത്രം എത്ര പേരെക്കുറിച്ചുള്ള പരാതികളാണ് CPM നേതൃത്വത്തിൻ്റെ കൈ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ഇനി പോലീസ് പിടിച്ച് കുറ്റക്കാരാക്കിയിട്ട് കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടു നടക്കല്ലേ. മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ. എത്ര പേരുണ്ട് മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ? ഈ സ്ത്രീ വിഷയങ്ങളിൽ പ്രതികളായ എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട്? മുഖ്യമന്ത്രി ചിലരെ രണ്ടുപേരെയും കൈയൊക്കെ പിടിച്ച് ഉയർത്തിക്കുന്ന പടം കണ്ടില്ലേ? നാണമുണ്ടോ CPM-ന്? ഇപ്പം നാണം കെട്ടിരിക്കുകയാണ് CPM കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ. നാണം കെട്ട പാർട്ടിയാണ്. ഇവരെല്ലാം കുടപിടിച്ചു കൊടുക്കുകയും ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. അല്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൂടി CPM പ്രഖ്യാപിച്ചാൽ അത്ഭുതമില്ല. അല്ലേ, പ്രതിപക്ഷം എന്ത് ചെയ്യാൻ? ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇന്നലെ ചോദിച്ച ഒന്നും കൂടി ആവർത്തിക്കുക. ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ ഇല്ലേ? അപ്പോൾ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെക്കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലൊരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. ഇപ്പം അതിന് പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിരോധത്തിൽ ഇപ്പം CPM നിൽക്കുകയാണ്. ഇപ്പം എന്തുമാത്രം ചോദ്യങ്ങൾക്കാണ് CPM ഉത്തരം പറയേണ്ടത്? എത്ര ചോദ്യങ്ങൾക്ക് CPM ഉത്തരം പറയണം? ഞങ്ങൾ അഭിമാനത്തോടു കൂടി തല ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ അജണ്ട, ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും. അത് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് പ്രിന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം. എല്ലാവരും വരുമ്പോൾ കാണണം. കേരളത്തിലെല്ലാവരും ഇത്രയും CPM നേതൃത്വം അവരുടെ ഈ ക്ലാസ്സുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം.ഇ. ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ്, മുകേഷിൻ്റെ തീവ്രത കുറവായിരുന്നു,
ഇപ്പുറത്തേന് തീവ്രത കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്നത് ഒരു എക്സ്പെർട്ടാണ് ആര്? എം ഇ ഗോവിന്ദൻ. എം ഇ ഗോവിന്ദൻ ചെന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് കേരളത്തിനൊരു വലിയ പുതിയ അറിവാണ് അല്ലേ? അറിവാണ്. അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിന്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിൻ്റെ തീവ്രത കുറവ്. എം ഇ ഗോവിന്ദൻ വിലയിരുത്തിയപ്പോൾ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നേക്കുന്നത്. അത് താത്വികമായ ഒരു വിശകലനമാണ് CPM-ൻ്റെ. മനസ്സിലായല്ലോ? ഇതൊക്കെ കേരളം ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം. അത്രയും വിചാരിച്ചാൽ മതി. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം ഇതിൻ്റെയൊക്കെ ജനങ്ങളുടെ തീവ്രത അപ്പോൾ മനസ്സിലാവും. PM ശ്രീ ഒപ്പുവെച്ചതിൻ്റെ പാലമായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ പാലം? ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ, സെക്രട്ടേറിയറ്റ് അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, ഇടതുമുന്നണി അറിയാതെ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കലാണ്. ആ ഒപ്പിട്ട് കൊടുക്കുന്നതിൻ്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ്. അപ്പോൾ BJP-യും CPM-ഉം തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നേരത്തെ ശ്രീ M ആയിരുന്നു ഇടനിലക്കാരൻ. ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ ഇന്നലെ ചില പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഈ കേസിൽ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി പറയുന്നത്. ശബരിമല സ്വർണ്ണക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവർ കൂടാതെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇനിയും ഈ കേസിൽ അവരെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ വൻ തോക്കുകൾ എന്നുള്ള വാക്കാണ് കോടതി ഉപയോഗിച്ചത്. വൻ തോക്കുകളുണ്ട്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിനേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട വൻ തോക്കുകൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിലുണ്ട് എന്നാണ്. മുൻ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, അതുപോലെ ദൈവതുല്യനായ ആളെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത്. കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന വാശിയാണ് CPM-ന്. അതായത് മോഷണ കേസിൽ, അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കേസിൽ SIT അന്വേഷിച്ച് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി റിമാൻഡിൽ അയച്ച് ജയിലിൽ കിടക്കുന്ന, വീണ്ടും ജാമ്യം കോടതി നിഷേധിച്ച ആളുകൾക്കെതിരായി പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് CPM ഭയന്നാണ് നിൽക്കുന്നത്. ജയിലിലായ ആളുകളെ ഭയന്നാണ് നിൽക്കുന്നത്. കാരണം അവർ പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് CPM നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ്. സ്വർണ്ണക്കൊള്ളക്കാർക്ക്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പ്രതിപക്ഷം പറഞ്ഞത് വീണ്ടും അടിവരയിടുന്നതാണ്. BJP-യും CPM-ഉം തമ്മിൽ ഒരു അവിഹിത ബാന്ധവമുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് ഇന്നലെ പാർലമെന്റിൽ ശരിവെക്കപ്പെട്ടത്. PM ശ്രീ ഒപ്പുവെച്ചതിൻ്റെ പാലമായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ പാലം? ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ, സെക്രട്ടേറിയറ്റ് അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, ഇടതുമുന്നണി അറിയാതെ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കലാണ്. ആ ഒപ്പിട്ട് കൊടുക്കുന്നതിൻ്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ്. അപ്പോൾ BJP-യും CPM-ഉം തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നേരത്തെ ശ്രീ M ആയിരുന്നു ഇടനിലക്കാരൻ. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് RSS നേതാക്കളും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഇടനിലക്കാരൻ ശ്രീ M ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് കൂടി വന്നിരിക്കുന്നു. ഒരുപാട് ഇടനിലക്കാരുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ RSS നേതാവ് ഹൊസബളയുമായി സംസാരിച്ച പിണറായി വിജയൻ്റെ ഇടനിലക്കാരൻ അഡീഷണൽ DGP ആയിരുന്നു.
അപ്പോൾ ഒരുപാട് ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഒരുപാട് പാലങ്ങൾ പണിതുകൊണ്ട് ഈ പാലം പണിതത് പിണറായി വിജയനാണ്. ഈ PM-ശ്രീ ഒപ്പുവയ്ക്കാൻ പറയും കയ്യാളിൻ്റെ ജോലിയെ നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പാലത്തിലൂടെ നടക്കുന്നത് നല്ല കാര്യത്തിനല്ലല്ലോ, കേരളത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല. BJP CPM ബാന്ധവമാണ്, അത് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശബരിമല കൊള്ളക്കേസിലാണെങ്കിലും അതുപോലെ ഈ CPM BJP അവിഹിത ബാന്ധവത്തിലാണെങ്കിലും ഓരോ കാര്യവും പുറത്തു വരുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്നതിലാണ്. ആ കൃത്യമാണല്ലോ. അതായത് അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കോടതി എന്താ പറഞ്ഞത്? സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റുവെന്നാണ്. എന്നിട്ട് വ്യാജ ചെമ്പിൽ ഇതുണ്ടാക്കി ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശുന്നത്. അപ്പോൾ കോടികളുടെ ഇടപാടാണ്, സ്വർണത്തിൻ്റെ വിലയല്ല. ആ കോടികളുടെ ഇടപാട് നടന്നതിൽ ഇപ്പോൾ വീണ്ടും രണ്ടാമത് പത്മകുമാർ പ്രതിയായി, സ്വർണ്ണപ്പാളിയുടെ കേസിലും പ്രതിയായി. അപ്പോൾ എന്നിട്ടും അവർക്കെതിരായി നടപടിയെടുക്കില്ല. അപ്പോൾ പാർട്ടിക്ക് ബന്ധമുണ്ട്, പാർട്ടി അവരെ ഭയന്നാണ് നിൽക്കുന്നത്. കാരണം വേറെ പാർട്ടി നേതാക്കന്മാരുടെ പേര് അവർ പറയുന്നു. അതാണ് ഞാൻ പറയുക, അയ്യപ്പ ഭക്തർ മാത്രമല്ല കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് CPM-ൻ്റെ ഈ നിലപാട്. CPM നിലപാട് അത്ഭുതപ്പെടുത്തിയാണ് എല്ലാവരെയും. നടപടിയെടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, SIT-യുടെ മീതെ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട്. പരമാവധി വൈകിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം SIT-യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട്. കാരണം കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. 2018-ലും 2019-ലും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അജണ്ടയാകാതിരിക്കാൻ വേണ്ടി വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കുകയാണ്. അത് എത്ര വൈകിക്കാനും പറ്റില്ല. വൻ തോക്കുകൾ, ഇപ്പോൾ ജയിലിലായ അവരെക്കാൾ വലിയ വൻ തോക്കുകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടെന്ന് കോടതി പറഞ്ഞു. അവരെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് പരമാവധി വൈകിപ്പിക്കുക.